ഇന്ന് വനിതാ ദിനമാണ്. നമ്മൾ വനിതകളുടെ ശാക്തീകരണത്തെക്കുറിച്ച്, അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വനിതകൾ, നമ്മുടെ ആശമാർ, നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവരുടെ ജോലി നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കുകയാണ്. അവർ എത്രയോ ദിവസമായി, 27 ദിവസമായി സമരത്തിലാണ്. പൊരി വെയിലത്തും പേമാരിയിലും അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വനിതാ ദിനത്തിലും നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരം തുടരുമ്പോൾ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഇപ്പോഴും പക്ഷേ പ്രതീക്ഷയോടെ അവരുടെ വാക്കുകളുണ്ട്. മന്ത്രിയുടെ ഒരു കനിവ്, മന്ത്രിയുടെ ഒരു അനുകമ്പ എന്നാണ് അവർ ഇപ്പോൾ പോലും പറയുന്നത്. ഈ 27 ദിവസം പിന്നിടുമ്പോഴും എന്തായാലും പ്രതീക്ഷയോടെ അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. തങ്ങളുടെ ജോലിയെ, തങ്ങളുടെ അധ്വാനത്തെ സർക്കാർ വിലമതിക്കുമെന്നത്. ഈ വനിതാ ദിനത്തിലും കേരളത്തിലെ ആശാപ്രവർത്തകർ അവർ സമരം ചെയ്യുകയാണ്. അവർ അവകാശങ്ങളുമായുള്ള സമരം 27-ാം ദിവസത്തെ എത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ സമരപ്പന്തലിന് തൊട്ട് മുന്നിലുള്ള ഈ അവകാശങ്ങൾ എഴുതിയിരിക്കുന്ന ബോർഡുകൾ കാണാം. അവിടെ അക്ഷരങ്ങൾ മാറുന്നില്ല. കാരണം ആ അവകാശങ്ങൾ തന്നെയാണ്, ആ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ ആ ഘട്ടം മുതൽ സമരം ചെയ്തത്. എന്നാൽ മാറുന്ന ഒരേ ഒരു ഭാഗം, അത് സമരത്തിൻ്റെ ദിവസമാണ്. 1-ാം ദിവസം മുതൽ ഈ സമരം നമ്മൾ കാണുന്നതാണ്. ഇന്ന് ആ 1:27 എത്തി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അത് ഈ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധി കാലത്ത് സർക്കാരിനെ സഹായിക്കാനായി കൈമെയ് മറന്നു നിന്ന മനുഷ്യരാണ്. ആ മനുഷ്യർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഗണിക്കുമെന്നുള്ള തോന്നൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഇവരെ തൃപ്തരാക്കുന്ന രീതിയിൽ, ഇവരെ പരിഗണിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വനിതാ ദിനമല്ലേ, അത് അംഗീകരിക്കണം. അവർ നമ്മളെപ്പോലെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, അവർ മനസാക്ഷിയുള്ളവർ, ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അവർ മനസാക്ഷിയോട് ചോദിക്കണം, ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ നേടിയെന്നുള്ളത്. 11 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യലെന്ന് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടും ഞങ്ങളെ ഈ റോഡിൽ, ഈ പൊതുസ്ഥലത്ത് ഇരുത്തി ഞങ്ങളെ ഈ വെന്തുരിയിക്കുന്നത്, അത് അവർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ആവശ്യം എന്ത് പ്രതിസന്ധി വന്നാലും അത് നേടിയെടുത്തിട്ടേ ഞങ്ങൾ മാറുള്ളൂ. മുൻപ് പല വനിതാ ദിനങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുകയും ഇവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതുപോലൊരു ദിവസം, സമാനമായൊരു ദിവസം അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടരുകയാണ്. 27 ദിവസമായി ഒരേ കാര്യം പറയുകയാണ്. അതിന് കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ എല്ലാ പരിഭവവും, എല്ലാ പ്രതിഷേധവും ഇവരുടെ വാക്കുകളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.